എന്റെ മോനെ നമ്മള് വീഡിയോ എടുത്തെടുത്ത് വഴി തെറ്റിപ്പോയി. അപ്പോ ഗൈസ് സമയം 2:30 ആയിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്. ഞാൻ രാവിലെ 9 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. കഴിഞ്ഞ 2-3 ദിവസം നമ്മൾ ഓടിയില്ല. പനി പിടിച്ചു, പിന്നെ മടി പിടിച്ചു. അങ്ങനെ ബുധൻ വ്യാഴം നമ്മളങ്ങനെ ഓടിയില്ല. വെള്ളിയാഴ്ച കുറച്ചേ ഓടിയുള്ളൂ, വെള്ളി ശനിയൊക്കെ നമ്മൾ കുറച്ചേ ഓടിയുള്ളൂ. അപ്പോൾ പിന്നെ ഇപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ 5 ട്രിപ്പ് ഇതുവരെ കംപ്ലീറ്റ് ആയി. നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ട് 5 മണിക്കൂറായി. 9 മണിക്കെടുത്തതാണ്, 5-5.5 മണിക്കൂറായി. അപ്പോൾ ഇതുവരെ ഓടിയിരിക്കുന്നത് 1450 രൂപയ്ക്കാണ് ഓടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ 3 ട്രിപ്പ് കഴിഞ്ഞ് CNG അടിച്ചു. CNG അടിച്ചിട്ട് പിന്നെ കിലോമീറ്റർ റീസെറ്റ് ആക്കിയിരുന്നു. അപ്പോൾ ലാസ്റ്റ് 3 ട്രിപ്പ് നമ്മളിപ്പം 64 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് 3 ട്രിപ്പിന് നമുക്ക് ഏകദേശം 700 രൂപ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ട്രിപ്പ് 495, പിന്നെ അതിന് മുമ്പ് 140 രൂപ, അതിന് മുമ്പ് അത്രയാണെന്ന് നമ്മൾ ഓർക്കുന്നില്ല. അപ്പോൾ നിലവിലിപ്പോൾ നമ്മളുള്ളത് ഹസ്കൂരാണെന്ന് തോന്നുന്നു, ഹസ്കൂര്. അപ്പോൾ അടുത്ത പിക്കപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പിക്കപ്പ് ഇവിടുന്ന് 5 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഇത് ഇച്ചിരി ഉള്ളേരിയയാണ്. അപ്പോൾ നമ്മൾ അടുത്ത പിക്കപ്പ് എടുക്കാനായിട്ട് പോകുവാണ്. അത് ഡ്രോപ്പ് വരുന്നത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ് ഡ്രോപ്പ് വരുന്നത്. അപ്പം അവിടെ നമുക്ക് അപ്പം തന്നെ അടുത്ത ട്രിപ്പ് അടിക്കുമെന്ന് തോന്നുന്നു. പിന്നെ ഇന്നും നമ്മളിപ്പം ആദ്യത്തെ ട്രിപ്പല്ല, ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മളൊരു ട്രിപ്പ് എടുത്തായിരുന്നു. 140 രൂപ ട്രിപ്പ് എടുത്ത് ട്രിപ്പ് എൻ്റെ ആകാറായപ്പോഴത്തേനും പിന്നെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ നമുക്ക് പിന്നെയും ചെറിയ പണി കിട്ടേണ്ട സാഹചര്യം വന്നു. ചറവറ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. നമ്മൾ പിന്നെ 1-2 എടുത്ത് അവസാനത്തെ പുള്ളി എന്തോ ഭാഗ്യത്തിന് ക്യാൻസൽ അടിച്ചില്ല. അപ്പോൾ ആ ട്രിപ്പാണ് നമ്മളിപ്പോൾ കൊണ്ട് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, കമൻറ്റ് ഇടുക. പിന്നെ ഒരുപാട് പേരിങ്ങനെ കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്. അപ്പം എനിക്കത് ഈ ഫുള്ള് വായിച്ച് നോക്കിയിട്ട് അതിനൊരു മറുപടി ആയിട്ട് പറയാനായിട്ട് പറ്റുന്നില്ല. കാരണം നമ്മൾ ഒരു ഫോണേ ഉള്ളൂ. അപ്പം മറ്റേ 2 ഫോണുണ്ടായിരുന്നു, നമുക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പറയാമായിരുന്നു. അപ്പോൾ ഓർമ്മയിലുള്ളത് ഞാൻ പറയാം. അപ്പം ഒരു പുള്ളി എന്നോട് ചോദിച്ചത് ബാംഗ്ലൂർ നമുക്ക് നഷ്ടമാണല്ലേ എന്ന് ചോദിച്ചത്. നമുക്ക് നഷ്ടവും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഓടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാശുണ്ട്. നമ്മളൊരു 12 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ഓടാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1500 രൂപ നമുക്ക് ഈസി ആയിട്ട് വാടകയും വണ്ടിയുടെ വാടകയും റെൻറ്റും കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. 12 മണിക്കൂർ നമ്മൾ ഓടാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്വന്തം വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ 1500 എന്നുള്ളത് 2000 2500 നമ്മൾ CNG അടിക്കുന്നതനുസരിച്ചിരിക്കും. അതായത് എൻ്റെ ഒരു കാൽക്കുലേഷനിൽ നമുക്ക് 10 മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ 3000 രൂപ ഓടാം, സുഖമായിട്ട് ഓടാം. പിന്നെ ഇപ്പോൾ ഈ ഇടയായിട്ട് നമുക്ക് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കാണിക്കുന്ന എമൗണ്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇടയായിട്ട് നമുക്ക് ഈ ആഴ്ച പറയുകയാണെങ്കിൽ നമുക്ക് 10 മണിക്കൂർ നമുക്കൊരു 3500 രൂപയ്ക്ക് നമുക്ക് ഓടാം. പിന്നെ ആ 3500 രൂപയ്ക്ക് ഓടുമ്പോൾ നമ്മൾ 7-3-21 അല്ല 7-3 3500 രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ 500 രൂപ കമ്മീഷൻ വരും. അതും കൂടി ഓർക്കണം. 500 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് 140 രൂപയാണ് കമ്മീഷൻ വരുന്നത്. 1000 രൂപയ്ക്ക് 140 രൂപ, 1000 രൂപയ്ക്ക് 140 അല്ല, 500 രൂപയ്ക്ക് 70 രൂപയാണ് വരുന്നത്. നമ്മളൊരു കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി 1000 രൂപയ്ക്ക് 140 രൂപയാണ് കമ്മീഷൻ വരുന്നത്. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 3000 രൂപയ്ക്ക് ഓടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 500 രൂപ അടുപ്പിച്ച് കമ്മീഷൻ കൊടുക്കണം. അപ്പം അതും കൂടെ ഓർക്കണം. അപ്പം ഞാനിപ്പം നമ്മൾ ഓടുന്ന എമൗണ്ട് കൂടി എന്ന് പറഞ്ഞാലും നമുക്ക് അതിൻ്റെ അകത്ത് ആ കൂടിയ എമൗണ്ട് നമുക്ക് കിട്ടത്തില്ല. കാരണം അത് കമ്മീഷനായിട്ട് പോകും. അങ്ങനെയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ 10 മണിക്കൂർ നമുക്കൊരു 3000 രൂപയ്ക്ക് ഓടാം. പിന്നെ 2 മണിക്കൂർ നമ്മൾ 12 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടോ അങ്ങനെ എല്ലാവർക്കും ഓടാൻ പറ്റുന്നൊന്നുമില്ല. ഞാൻ 5 മണിക്കൂർ ഇടവിട്ടാണ് ഗ്യാപ്പ് എടുക്കാറ്. ഇപ്പം ഇന്നിപ്പം ഗ്യാപ്പ് എടുത്തു, എന്നാലും
കുഴപ്പമില്ല. 5 മണിക്കൂർ ഇടവിട്ട് നമുക്കൊരു ഗ്യാപ്പ് എടുത്ത് നമുക്ക് ഓടാവുന്നുണ്ട്. ഞായറാഴ്ച നമ്മളങ്ങനെ അധികം ഗ്യാപ്പ് എടുക്കാറില്ല, കാരണം ഞായറാഴ്ച ട്രാഫിക് കുറവായതുകൊണ്ട് നമുക്ക് മാക്സിമം എമൗണ്ട് എൻഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ ഇതിടത്തില്ല. ഇനിയിപ്പോൾ ഒരു 5 മണിയാകുമ്പോൾ, ഇപ്പോൾ 2 മണിയായി, 2:30 ആയി, ഇപ്പോൾ 5 മണിയാകുമ്പോഴേ നമ്മൾ ചായ കുടിക്കാനായിട്ട് നിർത്തുള്ളൂ. പിന്നെ 5 മണി കഴിഞ്ഞാൽ പിന്നെ 10 മണിയോ 12 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും പിന്നെ നമ്മൾ നിർത്തുന്നത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നഷ്ടമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം നമുക്ക് 1500 രൂപ നമുക്ക് ഡെയിലി 10 മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാം, കുഴപ്പമില്ല. സ്വന്തം വണ്ടിക്കാർക്ക് അതിലും കൂടുതൽ ഉണ്ടാക്കാം. പിന്നെ ഊബർ അല്ല, മറ്റേ ആപ്ലിക്കേഷൻ ഓടുന്നവർക്ക് ഈ 1500 എന്നുള്ളത് 2500 3000 രൂപയൊക്കെ ഓടാം. സ്വന്തം വണ്ടിക്കാരാകുമ്പോഴത്തേനും മറ്റേ ആപ്ലിക്കേഷനും ഓടുമല്ലോ. അപ്പോൾ ഊബറിനേക്കാളും റേറ്റ് മറ്റ് ഇതിനുണ്ട്. കാരണം ഇപ്പോൾ റാപ്പിഡോയ്ക്കാണെങ്കിൽ നമ്മൾ 1000 രൂപയ്ക്ക് ഓടാനായിട്ട് 82 രൂപ കൊടുത്താൽ മതി. ടാക്സും കൂടെ കൂട്ടി 82 രൂപ കൊടുത്താൽ മതി. ഊബർ ആകുമ്പോഴത്തേനും അത് 140 രൂപ ആവും, നേരെ ഇരട്ടിയായി. അപ്പം അങ്ങനെയും കൂടെ നമുക്ക് എമൗണ്ട് കിട്ടും. പിന്നെ താമസിക്കാനായിട്ട് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റെൻറ്റ് നല്ല റെൻ്റാണ്. ഇപ്പം എവിടെ പോയെന്ന് പറഞ്ഞാലും നമ്മൾ ഏകദേശം ഒരു ആവറേജ് 10000 രൂപ കൊടുക്കണം ഒരു 1 BHK റൂമിന്. കോട്ടെ ഒരു 8000 രൂപ കൂട്ടിക്കും ആവറേജ് നമ്മൾ കൊടുക്കണം. പിന്നെ അഡ്വാൻസും ഒരു 30000 രൂപ നമ്മൾ കൊടുക്കണം. പിന്നെ PG എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് പോയി വരാനായിട്ട് പറ്റത്തില്ല. PG എടുക്കാം, പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് പോയി വരാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ നിൽക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മുടെ ഇന്നത്തെ ഈ ആഴ്ചത്തെ റെൻറ്റ് വരുമ്പോൾ അറിയാം അവർ നമ്മുടെ ഇതെടുത്ത് കളഞ്ഞോ. നമുക്കൊരു ഓഫർ ഉണ്ടായിരുന്നു, 6 ദിവസത്തെ റെൻറ്റ് കൊടുത്താൽ മതി, 7ാമത്തെ ദിവസത്തെ നമുക്ക് ലീവാണ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് മാറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നാളെ നമുക്ക് റെൻറ്റ് വരുമ്പോഴത്തേനും നോക്കാം. നാളെ നമ്മൾ ഫുൾ റെൻറ്റ് കൊടുക്കണം. ഇപ്പം ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടില്ല. ടോട്ടൽ നമ്മൾ 22 ട്രിപ്പ് അങ്ങോട്ട് ആയിട്ടുള്ളൂ. അപ്പം ഇന്നുകൊണ്ട് നമുക്ക് ഏതായാലും ഓടി 70 ട്രിപ്പ് ആക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ 900 രൂപ വെച്ച് തന്നെ കൊടുക്കണം. അപ്പോൾ അത് 6300 രൂപ റെൻറ്റ് വരും. അപ്പം അതേതായാലും നാളെ നമുക്ക് നോക്കാം. അപ്പോൾ പിക്കപ്പ് അടുത്തെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനേതായാലും ഒന്ന് നോക്കട്ടെ. വീഡിയോ നിങ്ങൾ പറ്റുവാണെങ്കിൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. 2x ഇട്ടോ 3x ഇട്ടോ, അങ്ങനെ 3x ഇല്ലല്ലോ, 2x ഇട്ടോ 1.5x ഇട്ടോ ഒക്കെ കാണുക പറ്റുവാണെന്നുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. ഞാനേതായാലും കസ്റ്റമറിനെ നോക്കട്ടെ. ലൊക്കേഷൻ മാപ്പ് ഇല്ല. അയ്യോ, കസ്റ്റമർ വിളിക്കുന്നുണ്ട്, നോക്കട്ടെ. എൻ്റെ മോനെ, നമ്മൾ വീഡിയോ എടുത്തെടുത്ത് വഴി തെറ്റിപ്പോയി. കസ്റ്റമറിനെ പിക്കാനായിട്ട് നമ്മൾ വേറെ എക്സ്ട്രാ ഒരു 2 കിലോമീറ്റർ പോയി. അപ്പോൾ കസ്റ്റമർ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്, വഴി തെറ്റിപ്പോയല്ലോ എന്ന്. എപ്പോൾ എത്തുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 10 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യും, എനിക്കൊരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു, ആ ഡ്രോപ്പ് ചെയ്യാൻ പോയതാന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത്. വഴി തെറ്റിപ്പോയി. നമ്മൾ മാപ്പ് നോക്കാനായിട്ട് ഇപ്പം ഈ വീഡിയോ എടുക്കുമ്പോഴത്തേനും മാപ്പ് നമുക്ക് മിനിമൈസ് ആകത്തില്ല. ഫോണ് നല്ല ചൂടാകും, നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടാകുന്നതുകൊണ്ട് മാപ്പ് നമുക്ക് ഓഫായിപ്പോയി. ഞാൻ ഈ വഴിയാണെന്ന് കരുതി ഈ വഴി അങ്ങ് കയറി പോകുന്നതാണ്. നമ്മൾ അവിടെ നിന്ന് ഒരു റൈറ്റ് എടുക്കാനുണ്ടായിരുന്നു, ആ റൈറ്റ് മിസ്സായി. അപ്പോൾ കസ്റ്റമർ വിളിച്ചിട്ട് നിങ്ങൾ എവിടെ പോവാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു ഡ്രോപ്പിന് വേണ്ടി പോയതാണ് സാറേ, ഇപ്പോൾ എത്താം, 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം അവർ ക്യാൻസൽ ചെയ്യാൻ ചാൻസ് കുറവാണ്. ഇപ്പം ഇത് ഒരു കാട്ടുമുക്കായതുകൊണ്ട് തന്നെ അങ്ങനെ ഈ റൈറ്റ് ആണെന്ന് തോന്നുന്നു. അത് തന്നെ ഇതിലെ ഇവിടുന്ന് നമ്മൾ എടുക്കണമായിരുന്നു. ഇത് നമ്മൾ എടുക്കാതെ നമ്മൾ നേരെ പോയി. അപ്പോൾ ഇതൊരു സ്കൂല് അങ്ങ് അകത്തായത് കൊണ്ട് അധികം വഴിയൊക്കെ മോശമായത്. അപ്പം ഇവിടെ വീണ്ടും വഴി തെറ്റിയോ ഒന്നും കൂടെ നോക്കട്ടെ. അപ്പോൾ സമയം കറക്റ്റ് 4 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ് വന്ന് നിൽക്കുന്നത്. കസ്റ്റമർ ട്രാഫിക് കണ്ടിട്ട് അവരിറങ്ങി, അങ്ങോട്ട് നടന്നോളാന്ന് പറഞ്ഞ് ഇറങ്ങി നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ കയറിയപ്പോൾ എനിക്ക് വഴി തെറ്റിപ്പോയി. ഇവരെ പിക്ക് ചെയ്യാനായിട്ട് പോകാനുള്ള വഴി തെറ്റിപ്പോയി. ഞാനൊരു 2 കിലോമീറ്റർ എക്സ്ട്രാ വെറുതെ ഓടി. പിന്നെ അവിടുന്ന് അവർ ക്യാൻസൽ ചെയ്യത്തില്ലെന്ന് അറിയാമായിരുന്നു. കാരണം ട്രിപ്പ് അടിച്ചപ്പോൾ തന്നെ 15 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അടുത്ത് വേറെ
വണ്ടിയും കാര്യങ്ങളൊന്നും ട്രിപ്പ് ഊബറിൻ്റെ ട്രിപ്പ് കുറവാണ്. ഞാൻ ചോദിച്ചത് ക്യാൻസൽ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഒരു കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു, ഇപ്പോഴാണ് ഒരെണ്ണം അടിച്ചത് എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് ആ ട്രിപ്പ് ഏകദേശം 1 മണിക്കൂറിന് മുകളിലെടുത്തു. 2:30 പിക്ക് ചെയ്തതാണ്. ഇപ്പം സമയം 4 മണിയായി. 2:45 പിക്ക് ചെയ്തതാണ്. സമയം 4 മണിയായി. ഇപ്പോൾ നല്ല ട്രാഫിക്കാണ് ഇവിടെ. നമുക്ക് ആ ട്രിപ്പിന് കിട്ടിയത് 463 രൂപയാണ്. അപ്പോൾ ടോട്ടൽ നമ്മൾ 6 ട്രിപ്പ് കംപ്ലീറ്റ് ആക്കി. 6 ട്രിപ്പിന് നമുക്ക് 1900 സംതിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടില്ല. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്. കുറേ നേരമായിട്ട് ഇവിടെ വന്ന് കിടക്കുവാണ്, അനങ്ങുന്നില്ല, വണ്ടി അനങ്ങുന്നേ ഇല്ല. ശരിക്കും ഈ സൈഡിലോട്ട് നമ്മൾ ട്രിപ്പ് എടുക്കുന്നത് മണ്ടത്തരമാണ്. ഞായറാഴ്ച ഈ സൈഡിലേക്ക് ട്രിപ്പ് എടുക്കുന്ന മണ്ടത്തരമാണ്. നമ്മൾ ആ ഒരു ഔട്ടറിൽ കൂടെ ഓടുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ. ഒന്നെങ്കിൽ വൈറ്റ് ഫീൽഡ്, മാരത്തകളിൽ ഈ സൈഡിൽ കൂടെ ഓടുക, അല്ലെങ്കിൽ എലങ്ക സൈഡ് ഓടുക, അതും അല്ലെങ്കിൽ സൗത്ത് ബനശങ്കരിയോ ഉള്ളാലോ ആ ഏരിയയിലൊക്കെ ഓടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ട്രാഫിക്ക് പെടത്തില്ല. നമ്മൾ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ സെൻറ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും, നല്ല ട്രാഫിക്കായിരിക്കും. ഇന്ന് തന്നെയല്ല, ഇപ്പം ആദ്യത്തെ വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് ചിലപ്പം നല്ല ട്രാഫിക്കുണ്ട്. അപ്പം ട്രിപ്പ് അടിച്ചിട്ടില്ല, ഞാനതായാലും നോക്കട്ടെ, ട്രിപ്പ് അടിക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ഇപ്പോൾ ചിലപ്പോൾ സെൽഫി ചോദിക്കും, 2000 രൂപയൊക്കെ അടുപ്പിച്ചാകുമ്പം ഇടയ്ക്ക് ഈ സെൽഫി ചോദിക്കാറുണ്ട്. അപ്പം അതും കൂടെ സെൽഫി ഉണ്ടോന്ന്, സെൽഫി ഇല്ല, സെൽഫി കാണാൻ വഴിയില്ല. നോക്കിയിട്ടും വന്നില്ലായിരുന്നു, പക്ഷെ ട്രിപ്പ് അടിക്കാത്ത എന്താണെന്ന് അറിയത്തില്ല. ഒന്ന് ഓഫാക്കി ഒന്ന് ഓണാക്കി നോക്കട്ടെ, ചിലപ്പോൾ അന്നേരം സെൽഫി ചോദിക്കുമായിരിക്കും. അപ്പോൾ ഏതായാലും കാണാം. അപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. ശരിക്കും ഒരു മടുപ്പുണ്ട് ഇപ്പം. ട്രിപ്പ് ഒരെണ്ണം അടിച്ചിട്ടുണ്ട്, മൈസൂർ റോഡിലേക്കാണ് അടിച്ചിട്ടുള്ളത്. മൈസൂർ റോഡ് 36 മിനിറ്റാണ് കാണിക്കുന്നത്. എടുത്തേക്കാം. ട്രിപ്പ് ആക്സെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല, നോക്കാം. അപ്പോൾ ഗൈസ്, സമയം 7:30 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തനിസന്തരയാണുള്ളത്. ഓടിയിരിക്കുന്നത് 2600 രൂപയ്ക്കാണ് ഓടിയിരിക്കുന്നത്. 10 ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ CNG അടിച്ചതിന് ശേഷം 135 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതായത് ഇന്ന് നല്ല ട്രാഫിക് ആയിരുന്നു. അപ്പോൾ 135 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് 3 കട്ട കഴിഞ്ഞ് ബാക്കിയുള്ളൂ. സാധാരണ ഈ 3 കട്ട ബാക്കി വരുമ്പോൾ നമുക്കൊരു 150-160 കിലോമീറ്റർ ഒക്കെ ഓടേണ്ടതാണ്. ഇപ്പം 135 ആയിട്ടുള്ളൂ. ഇപ്പം നല്ല ട്രാഫിക്കായിരുന്നു. അപ്പം ഞാൻ കാരണം പരിപാടി നിർത്തുവാണ്. ചിലപ്പോൾ രാത്രിയിലൊന്ന് പോയെങ്കിലായി. അപ്പോൾ എനിക്കൊരു ഇൻ്റർസിറ്റി ട്രിപ്പ് അടിച്ചായിരുന്നു, 70 കിലോമീറ്റർ. ചിക്കബല്ലാപൂരിനാണ്, മൈസൂർ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നാണ്. മൈസൂർ സാറ്റലൈറ്റ് അല്ല, നമ്മുടെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ അവിടെ നിന്ന് അടിച്ചത്, രാജരാജേശ്വരി നഗർ. അവിടെ നിന്ന് ചിക്കബല്ലാപൂർ 70 കിലോമീറ്റർ. 70 കിലോമീറ്റർ നമുക്ക് ഊബർ കാണിച്ചിരുന്നത് 1070 രൂപയാണ് കാണിച്ചത്. അപ്പം അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് കാലി വരണമല്ലോ എന്ന് കരുതിയിട്ട് അത് എടുത്തില്ല. പിന്നെ ഒരു 2 ട്രിപ്പ് എടുത്തു. അപ്പോൾ എയർപോർട്ട് ലൊക്കേഷൻ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. എയർപോർട്ട് അടിച്ചു കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് പോകും. അവിടെ നല്ല ട്രാഫിക്ക് എന്താ അറിയത്തില്ല. സാധാരണ യൂഷ്വലി നമുക്ക് ഞായറാഴ്ചകളിൽ ഒരു 20 ട്രിപ്പൊക്കെ നമുക്ക് ഓടാവുന്നതായിരുന്നു. അപ്പോൾ ഇന്ന് നല്ല ട്രാഫിക്കായിപ്പോയി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഈ എത്ര ട്രിപ്പ് എടുത്തു, എത്ര കിലോമീറ്റർ ഓടി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്നത് എനിക്ക് തന്നെ ഒരു ബോറിംഗ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടന്റ് ഇതാണോ ശരിക്കുള്ള കണ്ടന്റ്, അതോ യൂബറിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, കമൻ്റ് അടിക്കുക. പിന്നെ എങ്ങനെയാണ് വീഡിയോ വേണ്ടതെന്നുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് പറയുക. ഞാൻ ഈ ട്രാഫിക്ക് കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് അത് വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കത്തില്ല, കാരണം ഒരു ഫോണേ ഉള്ളൂ. പിന്നെ കസ്റ്റമർ കയറി കഴിയുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ തിരക്കുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി എടുക്കാൻ പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല. അപ്പം പിന്നെ കാണുമ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേനും
സിമ്പിളായിട്ട് തോന്നും. കാരണം ട്രാഫിക് ഇല്ലാത്ത സ്ഥലത്താണല്ലോ എടുക്കാൻ പോകുന്നത്, അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന മിക്ക സ്ഥലങ്ങളും നമുക്കൊരു ഫ്രീ ആയിട്ട് മൊബൈൽ നോക്കാനും വീഡിയോ എടുക്കാനും വണ്ടി ഓടിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യമുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ വീഡിയോ എടുക്കാറുള്ളത്. അതായത് ഏകദേശം ഒരു ഔട്ടറിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ മിക്കപ്പോഴും വീഡിയോ എടുക്കാറുള്ളത്. ഇപ്പോൾ ഇന്ന് തന്നെ നമുക്ക് ഒരു ബ്ലോക്കിൽ പെട്ടത് 20 മിനിറ്റാണ് ബ്ലോക്കിൽ പെട്ടത് ഒരു ഏകദേശം 1 കിലോമീറ്റർ ഓടാനായിട്ട്. നമ്മുടെ മൈസൂർ റോഡിലുള്ള ഓവർ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ബാലഗംഗാധര ഓവർ ബ്രിഡ്ജ്, അതങ്ങ് ഇറങ്ങി നമ്മുടെ KR മാർക്കറ്റിൻ്റെ അതടിക്കൂടെ 1 കിലോമീറ്റർ പോകാനായിട്ട് നമുക്ക് എടുത്തത് ഏകദേശം 25 മിനിറ്റാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു ഫോൺ മേടിച്ചിട്ട് വീഡിയോ എടുക്കാൻ നോക്കാം. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ഏതായാലും എയർപോർട്ട് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്, നോക്കട്ടെ. അപ്പോൾ ശരി, ബൈ.